ലോക അധികാരത്തെ ദൈവ അധികാരം കൊണ്ട് അതിജീവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഹെറോദസ് രാജാവ് സ്നാപക യോഹന്നാന്റെ ശിരസ് ഛേദിക്കുന്നു. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. ക്രിസ്തുവിൻ്റെ അധികാരം. 2. ഹെറോദസിൻ്റെ അധികാര ദുർവിനിയോഗം. 3. സ്നാപകന്റെ ദൗത്യം. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായി നിലകൊള്ളുന്ന 3 സത്യങ്ങൾ തന്നെയാണ് ഇവ 3. 1. ക്രിസ്തുനാഥന്റെ അധികാരം. ഹെറോദസ് രാജാവ് അസ്വസ്ഥതപ്പെട്ടത് തന്നേക്കാൾ അധികമായി ക്രിസ്തുവിൻ്റെ ജനപ്രീതിയെയും ക്രിസ്തുവിൻ്റെ അധികാരത്തെയും അതേസമയം തന്നെ തൻ്റെ രാജത്വവും അധികാരവും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയും ആയിരുന്നു. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ വ്യക്തിപരമായ അധികാരത്തിനും അഭിലാഷത്തിനും ആഗ്രഹത്തിനും എതിരെ ഒരുപക്ഷെ നിലനിൽക്കുന്നതായി നമുക്ക് തോന്നിയേക്കാവുന്ന ഒന്ന് തന്നെയാണ് ക്രിസ്തു സാന്നിധ്യം. കാരണം വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിന്റെ ചിന്ത എൻ്റെ ചിന്തയിൽ നിന്നും ആകാശം എത്ര കണ്ട് ഭൂമിയിൽ നിന്നും അകന്നിരിക്കുന്നുവോ അത്ര കണ്ട് വ്യത്യസ്തമാണ് എന്ന്. അതുകൊണ്ട് തന്നെ കർത്താവ് അധികാരത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നതും നമ്മുടെ അധികാര സങ്കല്പങ്ങൾക്ക് എത്രയോ വിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ അധികാരം അത് ഓരോ മനുഷ്യനെയും വീണ്ടെടുക്കുവാൻ വേണ്ടി പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് നൽകിയ അധികാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ അധികാരത്തെ കൈയാളുന്നവർക്കൊക്കെയും ക്രിസ്തു എന്ന അധികാരിയുടെ അധികാര ചിന്ത, അധികാര സാന്നിധ്യം എപ്പോഴും ഭയാനകമായ, അത്ഭുതാവഹമായ അഥവാ അസാധ്യമായ ഒരു മരീചിക പോലെയായിരുന്നു. ഹെറോദസിനെ ഭയപ്പെടുത്തിയത് ഈ അധികാരം തന്നെയായിരുന്നു. 2. ഹെറോദസിന്റെ അധികാര ദുർവിനിയോഗം. ഹെറോദസിന്റെ പുത്രനായ ഹെറോദസ് ടെട്രാക്കാണ് ഇവിടെ വിവക്ഷാ വിഷയം. അദ്ദേഹത്തിന്റെ അധികാരം കൊണ്ട് അദ്ദേഹം തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയാക്കി വച്ചിരുന്നു. അത് ദൈവിക സ്നേഹത്തിനും പദ്ധതിക്കും എതിരാണ് എന്ന് വിശുദ്ധ സ്നാപക യോഹന്നാൻ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. ഹെറോദസ് ഈ ഭൂമിയിൽ ദൈവിക അധികാരത്തെ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ട ചക്രവർത്തിയായിരുന്നു. എങ്കിലും ഹെറോദസ് ദൈവിക അധികാരത്തിന് കീഴിലല്ല, തൻ്റെ സ്വാർത്ഥ സന്തോഷങ്ങൾക്കും ഈ ലോകത്തിലെ തൻ്റെ അഭിലാഷങ്ങൾക്കും കീഴ്വഴങ്ങി തനിക്ക് ഏൽപ്പിക്കപ്പെട്ട സാമ്രാജ്യത്തെ, ജനത്തെ നയിക്കുന്നതിന് പകരം അദ്ദേഹം തൻ്റെ തന്നെ വ്യക്തിപരമായ ആഗ്രഹത്തിനും അധികാരത്തിനും കീഴ്പ്പെടുകയായിരുന്നു. 3. സ്നാപകന്റെ ദൗത്യം. ദൈവിക അധികാരത്തിനും മാനുഷിക അധികാരത്തിനും മധ്യേ നിലനിന്നിരുന്ന ചൂണ്ടുവിരലായിരുന്നു സ്നാപകൻ. അതുകൊണ്ട് തന്നെ സ്നാപകനായിരുന്നു ഹെറോദസിന്റെ ഈ ലോക ജീവിതത്തിന്റെ സന്തോഷത്തിനും അധികാരത്തിനും വലിയ വെല്ലുവിളി. സ്നാപകന്റെ സന്തോഷം ദൈവത്തിന്റെ സന്തോഷമായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി സ്നാപകനും അത് ക്രിസ്തുവിൽ പൂർണ്ണമാക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതുമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്നാപകൻ ഹെറോദസിൽ അസംതൃപ്തനായിരുന്നു. സ്നാപകൻ ദൈവ പദ്ധതിക്ക് വേണ്ടി, ദൈവ നീതിക്ക് വേണ്ടി ഈ ഭൂമിയിൽ നിലകൊണ്ടു. ഹെറോദസിന്റെ അധികാരത്തെ ക്രിസ്തുവിൻ്റെ അധികാരത്തിലേക്ക് ബന്ധിപ്പിക്കുവാൻ സ്നാപകൻ ശ്രമിച്ചിട്ടുണ്ടാകും. കാരണം സ്നാപകൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ വരാനിരിക്കുന്നവൻ്റെ വഴി മാത്രമാണ് അഥവാ സ്വരം മാത്രമാണ് എന്ന്. സ്നാപകൻ ഒരർത്ഥത്തിൽ ഹെറോദസിന്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ദൈവീക മനസാക്ഷിയുടെ സ്വരമായി മാറുകയായിരുന്നു. അതിനെ ഉൾക്കൊള്ളുവാൻ ഹെറോദസിന് സാധിക്കാത്തതുകൊണ്ട് ഹെറോദസ് തൻ്റെ മകൾ വന്ന് നൃത്തം ചെയ്തപ്പോൾ അവളെ സന്തോഷിപ്പിക്കുവാനും അവിടെ കൂടിയിരുന്ന അതിഥികളെ സന്തോഷിപ്പിക്കുവാനും ഉള്ള പരിശ്രമത്തിൻ്റെ ഇടയിൽ ദൈവിക അധികാരത്തിലേക്കും പദ്ധതിയിലേക്കും നിലകൊണ്ട ആ ദൈവിക സ്വരമാകുന്ന സ്നാപകനെ ഇല്ലാതെയാക്കുവാൻ കാരണമായി തീർന്നു. ഉയരെ നാം നിലകൊള്ളുന്നത് ദൈവിക അധികാരത്തിനും മാനുഷിക അധികാരത്തിനും മധ്യയാണ്. സ്നാപകനെ പോലെ ഒരു ദൈവിക സ്വരവും ചൂണ്ടുവരലും നമുക്കെപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയിൽ ഉണ്ട്. ആ മനസ്സാക്ഷിക്കൊത്ത് ദൈവിക അധികാരത്തിന് മുന്നിൽ എളിമയോടുകൂടി നമുക്ക് കീഴ്പ്പെട്ട് ജീവിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.